അങ്ങനെ സ്ക്രീൻ വണ്ണിൽ ലോക കാണാൻ പോവാണ് 1:30 ഷോ. ഹലോ, അങ്ങനെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഇന്ന് ആക്ച്വലി 2 സിനിമ കണ്ടു. സത്യം പറയാലോ, ഞാൻ വളരെ ഹാപ്പിയായി. ഇന്ന് രാവിലെ ഞാൻ ഹൃദയപൂർവ്വം സിനിമ കണ്ട് എനിക്ക് തോന്നി മസ്റ്റായിട്ട് ഫാമിലിയായിട്ട് ഓണത്തിന് അടിച്ചു കാണാൻ പറ്റുന്നൊരു പടമാണ്. എനിക്ക് ഹൃദയപൂർവ്വം എനിക്ക് ഫാമിലി വൈസ് പടമായിട്ട് മസ്റ്റായിട്ട് ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്നൊരു പടമായിട്ടാണ്. എന്നാൽ ലോക സിനിമ കണ്ടാവാ മോനെ, എന്താ പടം, ഒരു രക്ഷയില്ല. ഒരു നമ്മൾ പല പല സൂപ്പർ ഹീറോ ടൈപ്പ് മൂവീസ് കണ്ടിട്ടുണ്ട്, പക്ഷെ അതിന് വെച്ചിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ട് രീതിയിൽ എടുത്തു വെച്ച ഒരു പടം. ഇമാതിരി വേറെ ലെവൽ കൺസെപ്റ്റ് വേറെ ഈ അടുത്ത് വേറെ ഒരു പടത്തിൽ കണ്ടില്ല. മോളിവുഡിൻ്റെ റേഞ്ച് മാറിയെന്ന് വെച്ചാൽ ഇതാണ് റേഞ്ച് മാറിയത്. കുറച്ച് കാലത്തേക്ക് നമ്മൾ തിയേറ്റർ മാത്രമല്ല ഇറങ്ങിയ സിനിമകളും വിചാരിച്ച സംതൃപ്തിപ്പെടാത്ത നമ്മൾ ആകെ ഒരു അല്പം നിരാശപ്പെടുത്തിയെങ്കിലും കുറേ കാലത്തിന് ശേഷം ഒരു ബാക്ക് ടു ബാക്ക് മോളിവുഡ് അങ്ങനെ പറയാം. രണ്ട് സിനിമ, ഒന്ന് ഹൃദയപൂർവ്വം, ഒന്ന് ലോക. എന്താ പടം അല്ലേ, ഒരു രക്ഷയില്ല. എന്താണൊരു VFX, വിഷ്വൽസ്, ടെക്നിക് സൈഡ്, BGM, മ്യൂസിക്, ജെയിംസ് ബിജു ഒരു BGM, മ്യൂസിക്, ഓരോരോ കല്യാണി പ്രദർശൻ. ചേച്ചി, നിങ്ങളാണ് തകർത്തത് ഈ പടത്തിൽ ഏറ്റവും. കൂട്ടത്തിൽ എല്ലാവരും ചെയ്തിട്ടുണ്ട്. നസ്ലേനും അടക്കം എല്ലാവരും ഈ സിനിമ അഭിനയിച്ച എല്ലാവരും ഒരു ക്യാസ്റ്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എനിക്ക് ഒരു തരം നെഗറ്റീവ് തോന്നിയിട്ടില്ല. ഹൃദയപൂർവ്വം കണ്ട പോലെ തന്നെ എനിക്കിത് യാതൊരു വിധം നെഗറ്റീവ് തോന്നിയിട്ടില്ല. ഇത് 2 മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി ഈ ഓണത്തിന് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. ഞാൻ ഷുവറായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു രണ്ട് സിനിമകളും. ഹൃദയപൂർവ്വം നമുക്കൊരു ഫാമിലിയായിട്ട് മസ്റ്റായിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇതൊരു പ്രത്യേകിച്ച് യൂത്തിന് വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും. വേറെ എന്ന് വെച്ചാൽ വേറെ ലെവൽ എക്സ്പീരിയൻസ്. ഇമാതിരി ഹോളിവുഡ് ഐറ്റം, ഇമാതിരി ഹോളിവുഡ് ലെവൽ ക്വാളിറ്റി അതിലൊരു മേക്കിംഗ് ഉണ്ടല്ലോ, ഒരുമാതിരി ഹോളിവുഡ് ലെവൽ മേക്കിങ്ങും, അതുപോലെ ടെക്നിക് സൈഡാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും BGM ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ എല്ലാം അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ പെർഫോമൻസ് വൈസ് എല്ലാവരും ഒരു റോൾ ഗംഭീരമായിട്ട് കഴിയാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സർപ്രൈസിങ് സംഭവങ്ങളുണ്ട് ഈ പടത്തിൽ, അത് ഞാൻ പറയുന്നില്ല. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കുറച്ച് നല്ല സർപ്രൈസിങ് ക്യാമിയോസൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾ കാണാത്ത പലരുണ്ടോയെന്ന് എനിക്കറിയാം. ഫസ്റ്റ് ദിവസം തന്നെ കാണാൻ കഴിയാത്ത കുറേ പേരുണ്ടോയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും ഞാൻ സ്പോയിൽ ചെയ്യില്ല. ഇത് മസ്റ്റാണ്. നിങ്ങൾക്ക് വേറെ ലെവൽ അനുഭവിക്കും നിങ്ങൾക്ക് തിയേറ്റർ. ഹൃദയപൂർവ്വം നല്ലൊരു മസ്റ്റ് വാച്ച് ഫാമിലി അനുഭവമാണെങ്കിൽ ഒരു അന്യായം വേറെ ലെവൽ എക്സ്പീരിയൻസ് അനുഭവമായിരിക്കും. ഇത് രണ്ടും എന്തായാലും ഓണത്തിന് കൊണ്ടുപോയി. ഹൃദയപൂർവ്വം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ലാലേട്ടൻ തൂക്കിയിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ലാലേട്ടൻ്റെ ഒപ്പം കല്യാണിയും കൂടി ഓണത്തിന് തൂക്കിയെന്ന് പറയാം. അത്ര എനിക്ക് മൊത്തത്തിൽ ഇതിൻ്റെ ടീസറാവട്ടെ ട്രെയിലറാവട്ടെ ഒരു നല്ലൊരു ക്വാളിറ്റി ലെവലിൽ ഞാൻ വിചാരിച്ച പോലെ തന്നെ ക്വാളിറ്റി ലെവലിൽ ഈ സിനിമയിൽ നന്നായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് അത്യാവശ്യം ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വലിയ അമിത പ്രതീക്ഷ വെക്കാണ്ട കയറി കണ്ടതുകൊണ്ട് പിന്നെ പലരുടെ റെസ്പോൺസൊക്കെ കേട്ടപ്പോൾ, ഹൃദയപൂർവ്വം കണ്ടതിന് ശേഷം ലോകയുടെ റെസ്പോൺസൊക്കെ കേട്ടപ്പോൾ ഒരു പോലെ ഹെവി പോസിറ്റീവ് അഭിപ്രായം. അതിനെ പറയാനുള്ളൂ. അമ്മാതിരി വേറെ ലെവല് പടം. എനിക്ക് ഹൃദയപൂർവ്വത്തിനൊപ്പം മസ്റ്റ് സാറ്റിസ്ഫൈഡ് ആയൊരു മറ്റൊരു സിനിമയും മാറിയിരിക്കുകയാണ് ലോക. ഫസ്റ്റ് ഹാഫൊക്കെ വളരെ നല്ല സ്മൂത്തായിട്ട് നല്ലൊരു ഫസ്റ്റ് ഹാഫായിട്ട് കൊണ്ടുപോയി. പക്ഷെ ഇൻ്റർവെല്ലോട്ട് സിനിമ അങ്ങ് കത്തി കയറുമായിരുന്നു. ഈ ഇൻ്റർവെല്ലോട്ട് സെക്കൻഡ് ഹാഫും ഫസ്റ്റ് ഹാഫിനേക്കാളും കൂടുതൽ വേറെ ലെവലിലേക്ക് എടുത്ത് വെച്ചിട്ടെന്ന് പറയാം. കുറേ എൻ്റർടൈനിങ് എലിമെൻസും ഫസ്റ്റ് ഹാഫിനേക്കാളും കൂടുതൽ ബോഫാട്ടേഴ്സ് സെക്കൻഡ് ഹാഫിൽ നന്നായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ക്ലൈമാക്സ് അടക്കം ഇതിൽ നേരത്തെ ഈ ടീം എന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ക്രെഡിറ്റ് സീന് ആരും മിസ്സാക്കരുതെന്ന്.
ഞാനത് ഫുള്ള് കണ്ടിട്ട് വന്നു. ആ ഫുള്ള് കണ്ടപ്പോൾ ലാസ്റ്റ് ഞാൻ ഏറ്റവും കണ്ട നല്ലൊരു സൂപ്പർ ഹീറോ മൂവി എന്ന് പറഞ്ഞാൽ മിന്നൽ മുരളിയായിരുന്നു. എന്നാൽ ഇത് അതിനേക്കാളും കുറച്ച് മുകളിൽ നിൽക്കുന്നൊരു പടമായിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം അത്രയും ഒരു പീക്ക് ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തിയേറ്റർ കണ്ടപ്പോൾ. എൻ്റെ പൊന്നോ, കൂടുതലൊന്നും കൂടുതൽ ഞാനൊന്നും സ്പോയിൽ ചെയ്യുന്നില്ല, എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ സിനിമ പലരും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഒരു കാരണവശാലും സ്പോയിൽ ചെയ്തത്. കാരണം കുറേ സർപ്രൈസിങ് സംഭവമുണ്ട് ഈ പടത്തിൽ. എനിക്ക് അത്രയ്ക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞ 2 സിനിമ കണ്ടപ്പോൾ ഞാൻ ആകെ മൊത്തത്തിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു, മനസ്സുകൊണ്ട് ഞാൻ നിറഞ്ഞു എനിക്ക് ഈ സിനിമ 2 കണ്ടപ്പോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു പക്ക ഒരു ആക്ഷൻ ഫാൻറ്റസി ടൈപ്പ് എൻ്റർടൈനർ. ആക്ഷൻ ബ്ലോക്കും സൂപ്പറായിരുന്നു ഈ പടത്തിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5ൽ 5 തന്നെയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിനായിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ നിർത്തുന്നതിന് മുന്നേ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ റിവ്യൂ ഞാൻ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ നാളെ ഞാൻ ഓടും കുതിര ചാടും കുതിര എന്ന് കാണാൻ പോകുന്നുണ്ട്. പത്മയിലെങ്ങാണ്ട് തന്നെ 10:45 ഷോ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരാം അടുത്തത്. അതുമായിരിക്കും.